പേരൊന്ന് പറഞ്ഞാട്ടെ. എന്റെ പേര് ദാസ്. ദാസ്. ചന്ദ്രദാസ്. ചന്ദ്രദാസ്. രാമചന്ദ്രദാസ്. അങ്ങനെ രാമചന്ദ്രദാസ്. കല്യാണ രാമചന്ദ്രദാസ്. കാളിദാസ കല്യാണ രാമചന്ദ്രദാസ്. പട്ടാഭി കാളിദാസ കല്യാണ രാമചന്ദ്രദാസ്. വാസുദേവ കാളിദാസ പട്ടാഭി കല്യാണ രാമചന്ദ്രദാസ്. ബ്രഹ്മശ്രീ. ബ്രഹ്മശ്രീ വാഴക്കയാ അവിടെ നിന്നത്. ഇയാൾ ആധാർ കാർഡ് ഞാൻ തന്നാ മതി, ഞാൻ എഴുതി എടുത്തോളാം. ആധാർ കാർഡ് നോക്കിയതാണോ? എന്നാ മടത്തി സുഖു തേണ്ടേ. ഇത്രേ ഉള്ളായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധൈര്യപൂർവ്വം നേരിടണമെന്നാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് പെണ്ണേ നീ തീയാവുകയാണ്, പെണ്ണേ നീ തീയാവുകയാണ്. ആര് പറഞ്ഞു മഴത്തുള്ളി കണ്ണി വീണത്? കേറി മഴത്തുള്ളി. എന്താ സാർ വേണ്ടത്? എനിക്ക് മുട്ടയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രണ്ട് നീളം പന്നില്ലേ, ബർഗർ. ആ പിന്നെ ചക്കേരക്ക് പോലെ വലിക്കുമ്പോ വരുന്ന വലിയൊരു അപ്പം ഉണ്ടല്ലോ, പിസ്സ. ആ പിന്നെ മറ്റേ തുളസിയില ഇട്ടിട്ട് നാരങ്ങ വെള്ളം, മൊജിറ്റോ. അത് കുടിച്ചിട്ട് പറയാം. ഓക്കെ സാർ. അതെന്താ സംഭവം? ചൈനയിൽ താങ്ക് യു ഇറങ്ങിയതാ. ആരാ അത്? ഗോപൻകുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻകുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളൂ, അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ടോ എന്തിനാ വന്നു? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എന്നെ കൊണ്ട് വന്നോ? എന്നെയും കൊണ്ട്. കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ പലതും കിടക്കും. അപ്പൊ നിനക്കറിയാം കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ പലതും കിടക്കുമെന്ന്. കാശുള്ളോട്ടാണ് കഴിഞ്ഞ ദിവസം കെട്ടിയാനെ പിടിച്ച് മുറ്റത്ത് കിടത്തിയത്. അയ്യോ അല്ല, അത് ചൂടായ കാരണം കെട്ടിയത്. ഇത്രയും വലിയ വീട് വെച്ചിട്ട് AC ഒന്നും ഇല്ല, ചൂടാന്നു ഇതിനകത്ത്. അതുകൊണ്ടല്ലെന്ന് എന്നെ കയറി ചൊറിയാൻ വന്നു, ഞാൻ ചൂടായി എടുത്ത് വെളി കളഞ്ഞു. മൂത്തമോൻ എന്താ ചെയ്യുവാ? മൂത്തമാനെ വെളിയില. ഏത് രാജ്യത്ത്? രാജ്യത്തും ഗൾഫിലൊന്നുമല്ല, വീടിന് വെളിയിൽ ഇറക്കി വിട്ടേക്കുവാ. കള്ളുകൂടി ചലമ്പ. രണ്ടാമത്തോനാ? രണ്ടാമത്തെ വീട്ടക്ക്. അവനെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ചെറുക്കനെങ്കിലും. നീ എന്തോ ഈ പറയുന്നേ? ബിടെക് എന്ന് പറഞ്ഞു. ബിടെക് എന്നല്ല പറഞ്ഞ, അവന്റെ കാര്യം വിട്ടേക്ക്. അവൻ ഇതിന്റെ ബാക്കി. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ ആനന്ദു. സാറേ, ഈ രണ്ടാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവര് 4 ആയപ്പോഴത്തേനും എല്ലാരും വീട്ടിൽ വന്നു. പിന്നെ സാർ ഒന്നോടല്ലേ, ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. ആയിക്കോട്ടെ, ഞാനിത് ആരോടാ പറയുന്നേ? അപ്പൊ എന്നോടല്ലേ പറഞ്ഞത്? അപ്പൊ സിസ്റ്ററിന് കോങ്കണ്ണാണല്ലേ? മൂക്കിന്റെ അറ്റത്താണല്ലോ ശുണ്ടി. ഈ മൂക്കിന്റെ അടുത്ത് നീ കറുത്തിരിക്കുന്നതാണോ ശുണ്ടി? മൂക്കിന്റെ അടുത്ത് കറുത്തിരിക്കുന്ന ചേട്ടാ, എന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒന്ന് ചോദിക്ക്. എനിക്കൊരു കെട്ടിപ്പിടിച്ചു തന്നാ ആ ചേട്ടൻ എന്നോട് എന്തോ ചോദിച്ചാൽ ഞാൻ കൊടുക്കണം. അച്ഛനോട് ചോദിക്കാതെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടോ? അങ്ങനെയാണ് ഞാൻ ഇവിടെ വളർത്തിയത്. ഒന്നാമത് ഇയാൾക്ക് ഷുഗറാ. ഇന്നലെ ആണെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് പോയി അത് ടെസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല. ഞാൻ ആര് പറഞ്ഞു? ഞാൻ കണ്ടോ ഒരു ഇതിനകത്ത് എടുത്തോണ്ട് പോന്നെ. അതിനെക്കാട്ടി മുമ്പേ ഉറുമ്പെടുത്തോണ്ട് പോയി ഇയാളുടെ ബ്ലഡ്. ഞാൻ പറഞ്ഞേക്കാം. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ചായ എടുക്കട്ടെ ചോറ് എടുക്കട്ടെ നോക്കുമ്പോ നീ സ്വഭാവം എന്ത് പറയും? ഞാൻ വേണ്ട, ഞങ്ങളിപ്പോ കഴിച്ചിട്ട് വന്നാന്ന് പറയും. അല്ലേ? നിന്നേക്കാളും നമ്മളെക്കാളും ഡീസന്റ് അവൻ, അപ്പം വേണ്ടാന്ന് പറയുള്ളൂ. അങ്ങേര് വേണോന്നങ്ങാണം പറഞ്ഞ കാലുകൊണ്ട് എന്റെ ഊപ്പാട് വരും, അതല്ലേ എനിക്കറിയാം.